ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നതേ നമ്മൾ സാധാരണ വ്ളോഗും കാര്യങ്ങളൊക്കെ ആണ് എങ്കിലും ഞാൻ എന്താഗ്രഹിച്ചിട്ടാണോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സഫലമായൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു കൊല്ലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2024 ഡിസംബർ 1-നാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത്. അതിൻ്റെ ശേഷം നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടും എന്ന ഒരു പ്രതീക്ഷയിൽ അങ്ങനെ വീഡിയോ ഇട്ട് വന്നതാണ്. വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിലപ്പം എല്ലാവർക്കും ഒന്നും നമുക്ക് പുറത്ത് പോയി പണിയെടുക്കാനും അല്ലെങ്കിൽ ജോലിക്ക് പോകാനൊന്നും കഴിയണമെന്നില്ലല്ലോ. പിന്നെ എനിക്ക് ഇഷ്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 കാരണങ്ങൾ കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഒരു കൊല്ലമായി എന്തായാലും തുടങ്ങിയിട്ട് ആ ഒരു കൊല്ലം കൊണ്ട് പ്രതീക്ഷിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു വരുമാനം ഞാൻ ആഗ്രഹിക്കണു. അപ്പം എല്ലാവരും കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് എന്നോട്, ഫസ്റ്റത്തെ വരുമാനം കിട്ടിയോ അല്ലെങ്കിൽ കിട്ടി തുടങ്ങിയോ, യൂട്യൂബിൽ നിന്ന് വരുമാനം ഏണിങ്സ് കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ പറയലുണ്ട് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനത് നിങ്ങളെ അറിയിക്കണതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ ആദ്യത്തെ വരുമാനം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. കാരണം ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷവും എന്തൊക്കെയോ ആണ്, എങ്ങനെ പറയണം എന്ന് അറിയുന്നില്ല കേട്ടോ. ആ ഒരു സന്തോഷം ചെറിയൊരു വരുമാനം ആണ് എങ്കിലും എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ഒരു വരുമാനം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം നമ്മൾ ഇടുന്ന വീഡിയോകൾക്ക് നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൊല്ലവും 2 മാസവും ആയിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. കുറേ മുന്നൊരു മാസങ്ങൾക്ക് മുമ്പാണ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ഉള്ള വീഡിയോകൾക്ക് വെച്ചിട്ടാണ് നമുക്ക് നമ്മളെ വീഡിയോസ് ആളുകൾ കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് ഏണിങ്സ് കയറി വരിക. എല്ലാവർക്കും അറിയും $100 നമുക്ക് യൂട്യൂബിൽ ആവേണ്ടത്. $100 ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ വരുമാനം കിട്ടുക. അങ്ങനെ എനിക്കും ആദ്യത്തെ വരുമാനം കിട്ടിയിട്ടുണ്ട്. സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. എത്രയാണ് എന്താണെന്ന് നമുക്ക് ഇതിൽ പറയാൻ കറക്റ്റ് ഇത് പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് അറിയിക്കണില്ല. എന്തായാലും ഒരു 8-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ഞാൻ പറയാം. അല്ലാതെ നമുക്ക് കറക്റ്റ് പറയാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഒരു നിയമം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും വ്യൂ കാര്യങ്ങളില്ലെങ്കിലും ഒരു കൊല്ലം കൊണ്ടാണ് ഞാൻ നേടിയതെങ്കിലും ഒരു വട്ടമെങ്കിലും ഇത്രത്തോളം കഷ്ടപ്പെട്ടതിന് ഒരു വട്ടമെങ്കിലും ഈ ഒരു ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് കേട്ടോ. എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് തന്നെ ഞാൻ നമ്മൾ ഈ ഒരു ഷെഡിൻ്റെ ഹോം ടൂർ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒരു 10,000 ആളുകൾ 10,000 അല്ല 1,00,000 ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷനും അതിലാണ് എനിക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയത്. മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയത് ആ ഒരു വീഡിയോയിലാണ്. പിന്നീടുള്ള വ്യൂസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വ്യൂ കുറവായതുകൊണ്ടാണ് വരുമാനം കിട്ടാൻ നേരം വൈകിയത്. നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എത്ര വേണേൽ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം നമുക്ക് സമ്പാദിക്കാം. ഇനിയിപ്പോൾ അടുത്ത വരുമാനം കിട്ടണമെങ്കിലും ഇപ്പം ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇനിയിപ്പോൾ എല്ലാ മാസവും തൊട്ട് വരുമാനം കിട്ടുമോ. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് മോണിറ്റൈസേഷൻ ആയാൽ പിന്നെ എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടുന്നൊക്കെ ആയിരുന്നു എൻ്റെയും ഒരു പ്രതീക്ഷ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. മാക്സിമം $100 ആവാതെ ഒരിക്കലും കിട്ടൂല. ഇപ്പോൾ ആദ്യത്തെ ഒരു $100 ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ അതിൽ കൂടുതലാകുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ച് കിട്ടുന്നുണ്ടാവും. ഇനിയിപ്പോൾ അടുത്തത് കിട്ടണമെന്നുണ്ടെങ്കിലും എപ്പോഴാണോ നമുക്ക് അടുത്തതും ഇതുപോലെ ആവുന്നത് അപ്പോഴേ നമുക്ക് അടുത്തത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അങ്ങനെ പിന്നെ എന്താ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സാധാരണക്കാരെ വീട്ടിലിരുന്ന് എനിക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ഇങ്ങൾക്കും കഴിയോടോ അതുപോലെ. ചില ആളുകളുണ്ടാവുമല്ലോ ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാൻ മടിച്ചിട്ടും അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല. എനിക്ക് അതുപോലെ കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ, എനിക്കും ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആർക്കും ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നിച്ചുമോളെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്താക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഞമ്മക്കും തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ ഒന്ന് എൻ്റെ ഉപ്പച്ചിൻ്റെ അനിയൻ്റെ പുരക്കൂടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ആ ഒരു ഹോം ടൂറിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് വെറുതെ ഒരു ഷോട്ട് ഇട്ടു. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനോടൊരു ഇഷ്ടം വന്നു, ഒരു കാര്യമായിട്ട് ഇത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു, നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ പിന്നെ നമ്മൾ അറിയുന്ന പോലെ വീഡിയോസൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അറിയുന്ന ആൾക്കാരോട് കുറേ ചോദിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ചെയ്ത് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയൊന്നുമില്ല. ഞാനും ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനൊക്കെ ഇത് പഠിച്ച് തുടങ്ങണേ ഉള്ളൂ. ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഫസ്റ്റത്തെ ഈ ഒരു ഞാൻ വിചാരിച്ച് എനിക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ അത് സാധിച്ചു. അതെന്തായാലും എനിക്കത് നേടിത്തന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഏറെ ആഗ്രഹിച്ച എൻ്റെ ആദ്യ വരുമാനം അത് എനിക്ക് നേടിത്തന്നത് നിങ്ങൾ തന്നെയാണ്. പിന്നെ യൂട്യൂബിൻ്റെ സ്നേഹ സമ്മാനം എന്നും കൂടെ പറയാം. എന്തായാലും അൽഹംദുലില്ലാ അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നു പോയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ. രാവിലെ ഞാനിന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഇന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കൊടുത്തു, മക്കൾക്കൊക്കെ ചായയൊക്കെ കൊടുത്തു, ഓരെല്ലാവരെയും പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാസിമോനെ അംഗൻവാടിയിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങുന്നത് ഇട്ടതാ. ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അലക്കാനുള്ള തുണികൾ മെഷീനിലിട്ട് അലക്കലും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ ഞാൻ അനിയൻ്റെ വീട്ടിൽ നിന്ന് മുരിങ്ങച്ചപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് വരുമ്പം ഓളോട് ചപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ചപ്പ് താളിച്ചതും പിന്നെ കുക്കറിൽ ഞാൻ വേഗം ഒന്ന് മമ്പയർ ഉപ്പേരിയൊക്കെ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. ചോറ് ഇതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെന്തു, അതും ഒന്ന് വാർത്ത് വെക്കുന്നുണ്ട്. വേറെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലേ അതൊക്കെ അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ മുഖാമുഖം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ വീഡിയോ എടുക്കുന്ന പോലെ അങ്ങോട്ട് വീഡിയോ എടുത്തു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ് കേട്ടോ. എന്തായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോ കാണുന്ന വീഡിയോക്ക് ലൈക്കായിട്ടും കമൻ്റായിട്ടും അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടെല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേ തുടർന്നും നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ഇതിൻ്റെ ആ ഒരു എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേടിത്തന്ന വരുമാനം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ചാനൽ തുടങ്ങി നമ്മൾ വെറുതെ വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമില്ല. ആളുകളത് നമ്മളെ ഇഷ്ടപ്പെട്ട് ആളുകൾ അത് കാണാനും ഒക്കെ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് കാര്യം ഉണ്ടാവുക എന്നാണ് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തായാലും പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എല്ലാ പണികളും തീർത്തു. ഞാനിതാ ചോറ് വയ്ക്കാനൊക്കെ ഉള്ളത് എടുത്ത് ചോറൊക്കെ വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം അറിയിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. എന്ത് തന്നെയാണേലും എനിക്ക് നിങ്ങളോട് അത് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.